ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കുറച്ച് കൊഴുവ വറക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കുറച്ച് കൊഴുവ എടുത്തിട്ടുണ്ട്. അതിനകത്ത് മസാല ഇടാനായിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മീറ്റ് മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെ ശുർക്ക എന്ന് പറയുന്ന സാധനം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഇനി വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഈ മസാല നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല കുഴമ്പ് പരുവത്തിലാണ് ഈ മസാല മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല സൂപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് വെള്ളവും കൂടെ നമ്മളിപ്പം ഒഴിച്ച് കൊടുക്കുകയാണ്. മസാല ഒരു കുഴമ്പ് പരുവത്തിലെത്തണം. ഇപ്പം നമ്മൾ മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മീൻ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ആവുന്നുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം. മസാല എല്ലാ മീനിലും പിടിക്കുന്ന പോലെ ആയിരിക്കണം മിക്സ് ചെയ്യുന്നത്. സൂപ്പറായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ മസാല അതിനകത്ത് പിടിച്ചിരിക്കുകയുള്ളൂ. ഇനി നമ്മൾ വറക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി കരിയാപ്പില ഇച്ചിരി എണ്ണയും വെച്ച് നമ്മൾ വറക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള കൊഴുവ വറുത്തത് ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.